ഒറ്റ വാക്കിൽ പറഞ്ഞെന്നാൽ ഈ പുസ്തകം ഒട്ടാകെ ഒരു ഡോക്യുമെന്റാണ്, ഒരു ആധികാരിക രേഖയാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു ആധികാരിക രേഖ വേണം എന്ന് പറഞ്ഞാൽ, സമഗ്രമായ ഒരു ആധികാരിക രേഖ വേണം എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു പഠനഗ്രന്ഥവും ഒരു കൈപ്പുസ്തകവും കൂടിയാണ് ഈ പുസ്തകം. അതിന് പേരിട്ടിരിക്കുന്നത് 1975 അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്നുള്ളതാണ് അതിന്റെ പേരും. വേറൊന്നുകൂടെ ഉണ്ട്. ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളിൽ ഡസൻ കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, വേറെ 100 കണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് വേറെയുണ്ട് മുഴുവൻ ഭാരതത്തിൽ. അപ്പൊ അത്തരം ചരിത്രമെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ജനാധിപത്യം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. ജനതാദളിന്റെ ഒക്കെ നേതാക്കന്മാർ കോഴിക്കോട് നിന്ന് ഒളിച്ചോടിയവരുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല. നേതാക്കൾ നാട് വിട്ട് ഒളിച്ചു പോയി താമസിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ മുഴുവൻ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ അതിന്റെ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങൾ, ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, കാനഡയിലൊക്കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഇവിടത്തെ അടിയന്തരാവസ്ഥക്കെതിരായ പ്രചാരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേദികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാം ജത്മലാനി, സുബ്രഹ്മണ്യൻ സ്വാമിയും ജോർജ് ഫെർണാണ്ടസിനെയൊക്കെ വിദേശത്തേക്ക് രഹസ്യമായി കടത്തി അവർ ഈ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പാർലമെന്റ് രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുമായിരുന്നു നിശ്ചിത ദിവസത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ. അപ്പൊ വരുമ്പോൾ അറസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പാർലമെന്റ് സമ്മേളനത്തിൽ ഈ കാര്യവും ഹൈലൈറ്റ് ചെയ്തു ഇന്ദിരാഗാന്ധി. ഒന്നുകിൽ വരും, വന്നാൽ അറസ്റ്റ് ചെയ്യാം, വന്നില്ലെങ്കിൽ രാജ്യസഭാ മെമ്പർ MP അല്ലാണ്ടാക്കാം എന്ന് കരുതി പാർലമെന്റ് സമ്മേളനം വിളിച്ചപ്പോ അവിടെ സുബ്രഹ്മണ്യൻ സ്വാമി എത്തി പോയി. ഈ പറയുന്ന റോ അടക്കമുള്ള ഇന്ദിരാഗാന്ധിയുടെ ചാര സംഘടനകൾക്കോ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും സുബ്രഹ്മണ്യൻ സ്വാമിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും നെറ്റ്വർക്ക് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സാമാന്യവും സമഗ്രവുമായ വിവരമാണ് ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്ന് പറയാൻ കഴിയും.